നമസ്കാരം, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് മാത്സില് ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്, ഈ ചാപ്റ്റർ നമ്മള് കുറച്ച് പഠിച്ചു തുടങ്ങിയായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. പിന്നെ പുതിയതായി അഡ്മിഷൻ എടുത്ത ആൾക്കാരുണ്ട്. പിന്നെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമാകാത്തവർ കാണും. അപ്പൊ അവർക്ക് വേണ്ടി ഒരു റിവിഷൻ ക്ലാസ് പോലെയാണ് ഈ ക്ലാസ്. സാർ അത് നിങ്ങളോട് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ചാപ്റ്റർ ഒരു ബേസിക് ചാപ്റ്ററാണ്. അപ്പൊ അതിന്റെ കുറെ ബേസിക് പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ പിന്നീട് അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള കുറച്ച് ബേസിക് ടേമുകൾ, അത് മീൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും മലയാളം മീഡിയത്തിൽ പഠിച്ചവരൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ടേമുകൾ നിങ്ങൾ ഇനി നല്ലപോലെ മനസ്സിലാക്കി വെച്ചേക്കും. അപ്പൊ മലയാളം ടേമുകളും ഞാൻ പറയാം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേമുകളും പറയാം. അതിനെ കണക്ട് ചെയ്ത് പഠിക്കും. ഇപ്പൊ നോട്ട് ടെക്സ്റ്റിനകത്ത് ഉള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമ്മൾ നോട്ട് പറയുന്ന അവസരത്തിൽ ടെക്സ്റ്റിനകത്തുള്ള നോട്ട് അതേപോലെ പറയും. പക്ഷെ നിങ്ങളത് മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. കൂടുതലായും നോട്ടിലുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ചാപ്റ്ററിന്റെ പേര് അത് സെറ്റ്സ്. ഇതില് സെറ്റ് എന്ന് പറയുന്ന ടേം. ഓക്കെ, അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ? സെറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെയുള്ള മീനിങ്. ആ മീനിങ് വേർഡ് പറയുമ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേർഡാണ് സെറ്റ്. അപ്പൊ ഗ്രൂപ്പ് നമ്മൾ പ്ലസ് കേട്ടിട്ടുള്ളതാണ്. എന്താണ്? കൂട്ടം. ഓക്കെ, അല്ലെങ്കിൽ കുറെ വസ്തുക്കളുടെ ഒരു കളക്ഷൻ. അതിനെ ജനറലി വിളിക്കുന്ന പേരാണ് മാത്സിൽ സെറ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയുള്ള ഗ്രൂപ്പാണ് സെറ്റ് ആകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. എന്നിട്ട് അതിനെ എങ്ങനെയെല്ലാം സൂചിപ്പിക്കാം അഥവാ റെപ്രസെന്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ കുറച്ച് പേരുകൾ, ടേമുകൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ബേസിക് ആയിട്ട് അറിയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു സെറ്റിന്റെ മീനിങ് ഗ്രൂപ്പ് എന്നാണ്. എങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെയാണ് മാത്തമാറ്റിക്സിൽ സെറ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ തന്നെ വീണ്ടും പറയാം. കാര്യം അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോലെ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ അത് നമ്മൾ മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ അത് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ടേം അറിഞ്ഞിടാത്തവര് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക, കൗണ്ടിങ് നമ്പേഴ്സ്. അല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. NATURAL, നാച്ചുറൽ നമ്പേഴ്സ്. ഇത് മലയാളം മീഡിയത്തിലുള്ളവര് ഈ വേർഡ് ഒന്ന് പ്രത്യേകമായി മനസ്സിലാക്കി വെച്ചോളണം. നമ്മൾ മാത്സിന് +1 +2 പഠിക്കുന്ന എല്ലാ അവസരങ്ങളിലും ഒരുപാട് കേൾക്കുന്ന ഒരു ടേമാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ എണ്ണം സംഖ്യ നമ്മൾ ചെറിയ ക്ലാസ്സിലെ എണ്ണം ഉപയോഗിക്കുന്നത് ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 എക്സെട്ര എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതില് 1നും 5നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ ഏതാണെന്ന് ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു 19ഓളം പേര് അല്ലെങ്കിൽ 60-65 പേരുണ്ടെന്ന് വരിക. അവരോട് ഞാൻ ചോദിക്കുകയാണ്, 1നും 5നും ഇടയിലുള്ള കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. ഞാൻ വേർഡ് എപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലാത്തവരും മനസ്സിലാക്കാത്തവരും നമ്മൾ മനസ്സിലപ്പോ അത് പതിയാണ്. ഓക്കെ, ഞാൻ മലയാളം മീഡിയംകാരെ ഉദ്ദേശിച്ചാണ് കൂടുതലായി ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് അത് 1നും 5നും ഇടയിലുള്ളത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരേ ആൻസർ തന്നെയായിരിക്കും. അറിയാം എല്ലാവർക്കും. 2 3 4 ഇത്രയും നമ്പേഴ്സ് മാത്രമേ 1നും 5നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയി വരും. ഓക്കെ, അത് എല്ലാവർക്കും ഒരേ ആൻസർ തന്നെ കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? ഇത് കൃത്യമായി നിർവചിച്ചു വെച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ എപ്പോഴും ശരിയാകത്തക്ക രീതിയിൽ
ഡിഫൈൻ ചെയ്ത് വെച്ചേക്കും. നിർവചിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ടൈം ഡിഫൈൻ ചെയ്യാനാണ്, ഡെഫിനിഷൻ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, 10ാം ക്ലാസ്സിലെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും സാറൊക്കെ പറയുന്ന ഒരു ടൈം തന്നെയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2, 3, 4 എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കൃത്യമായി, കറക്റ്റായി അല്ലെങ്കിൽ വെൽ ആയി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഇതൊരു കൂട്ടമാണല്ലോ. ഈ കൂട്ടത്തെ നമുക്ക് സെറ്റ് എന്ന് പേര് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റ് എന്നുള്ളത് നോക്കൂ. ഇതേപോലെ കൃത്യമായി നിർവചിക്കാൻ പറ്റുന്ന കൂട്ടങ്ങളെ, ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ കളക്ഷൻസിനെ ജനറലി പറയുന്ന പേരാണ് സെറ്റ്. അതാണ് മനസ്സിലാക്കി വെച്ചത്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാം കൃത്യമായി പറയാൻ പറ്റണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പൊ ശരിയായി നിർവചിക്കാൻ പറ്റണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന ടേം വെൽ ഡിഫൈൻഡ് എന്നാണ്. ഓക്കെ, വെൽ ഡിഫൈൻഡ്. ഓക്കെ, ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ, അങ്ങനെയുള്ള കളക്ഷനെ ജനറലി വിളിക്കുന്ന പേരാണ് സെറ്റ്. സെറ്റ് എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഡെഫിനിഷൻ ചോദിക്കും. പക്ഷെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയാലേ അതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ്, വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ഓഫ് ഓബ്ജക്റ്റുകൾ. ഓബ്ജക്റ്റുകൾ എന്ന് ഞാൻ ജനറലി പറഞ്ഞതാണ്. അത് ഇതേപോലെ നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആൽഫബറ്റിക് ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേരാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളാവാം. അങ്ങനെ എന്ത് വെൽ ഡിഫൈൻഡ് ആയാലും അതിനെ ജനറലി വിളിക്കുന്ന പേരാണ് സെറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആവുമല്ലോ? ഇനി ഈ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ പറ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെ അല്ലാത്ത വസ്തുക്കൾ ഏതാണ്? അപ്പൊ അതിനും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതും സ്ഥിരമായി ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു 30 പേരാണ് ഉണ്ടെന്ന് വരും. അതിനകത്ത് ഫസ്റ്റ് ബെഞ്ചിൽ ആദ്യം ഇരിക്കുന്ന കുട്ടിയോട് സാറ് ചോദിക്കുകയാണ്, ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 പേരുടെ പേര് പറയാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ള 5 പേരുടെ പേര് പറയാം. അപ്പൊ ആ കുട്ടി 5 പേരുടെ പേരുകൾ പറയും. ഓക്കെ, ഇനി തൊട്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ പോലും അവർക്ക് ഏറ്റവും ഇഷ്ടമായ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സായ 5 ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ അതേ പേരുകൾ തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല, ഡിഫറന്റ് ആകാനാണ് ചാൻസ്. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഈക്വൽ ആയി പോകുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ആ 5 ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എന്നുള്ളത് വെൽ ഡിഫൈൻഡ് അല്ല. അത് ആ വ്യക്തികളെ അനുസരിച്ച് മാറി മാറി വരും. അപ്പോഴതും ഒരു കളക്ഷൻ അഥവാ ഒരു കൂട്ടമാണ്. പക്ഷെ ആ കൂട്ടം വെൽ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട്, കൃത്യമായി നിർവചിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ഇന്ന സാധനം മാത്രമാണ് അതിന്റെ ഉത്തരമെന്ന് കൃത്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് അത് എന്തല്ല? സെറ്റ് അല്ല. ഓക്കെ, അപ്പോൾ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കും. എന്താണ് അത്? ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അങ്ങനെ ഉള്ളതിനെ ജനറലി വിളിക്കുന്ന പേരാണ് സെറ്റ്. ഓക്കെ, അപ്പൊ സെറ്റ് എന്താണെന്നുള്ളത് കുറച്ച് പിടികിട്ടി കാണൂലേ ആ ഡെഫിനിഷൻ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറയും, ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് പറ. ഞാൻ ഈ പറഞ്ഞതിന്റെ ഡെഫിനിഷനിൽ ഡൗട്ട് ഉള്ളവർ പെട്ടെന്ന് പറയും. അപ്പൊ നമുക്ക് നമ്മൾ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർക്കും ഇടയ്ക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും പുതിയ ആൾക്കാർ, അതിനകത്ത് സംശയമുള്ളവർ ആണ് നമ്മൾ ഈ ക്ലാസ്, അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോഴപ്പോഴും തന്നെ ക്ലിയർ ആയി പോകണം. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമ്മൾ ഒരു പുതിയ കാര്യമാണ് പഠിക്കുന്നത്. പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ മാത്സിൽ പ്രത്യേകിച്ചും അതിനെ എങ്ങനെയെങ്കിലും സൂചിപ്പിക്കണം, റെപ്രസെന്റ് ചെയ്യണം. മാത്സിൽ കുറെ ചിഹ്നങ്ങളും സംഖ്യകളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കളികളാണ് മാത്സിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പുതുതായി പഠിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് എഴുതാം, സൂചിപ്പിക്കാം എന്നുള്ള കാര്യം പഠിക്കുന്നത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ,
സാധാരണയായി സെറ്റുകളെ രണ്ട് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറയാം, എന്റെ പേര് പിന്നീട് പറയാം. ആദ്യം അത് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 5. ഓക്കെ, ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം, 2, 3, 4 മാത്രം. ഓക്കെ, ഇത് ഒരു സെറ്റ് ആണെങ്കിൽ ഇത് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ന് അറിയാൻ വേണ്ടി ഇതിനെ ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതും. ആ ബ്രാക്കറ്റിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്. പിന്നെ ഡബിൾ ബ്രേസസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾ വേണമെങ്കിൽ ഡബിൾ ബ്രാക്കറ്റുകൾ എന്ന് പറയാൻ മതി. ഇതേപോലുള്ള ഡബിൾ ബ്രാക്കറ്റിനകത്ത് ഉൾപ്പെടുത്തിയാണ് ഒരു സെറ്റ് ആണെങ്കിൽ ആ സെറ്റിലെ ഓരോ മെമ്പറിനെയും നമ്മളൊരു പേര് വിളിക്കും. ഓരോ എലമെന്റുകൾ ഇങ്ങനെയുള്ള ടേമുകൾ പുതുതായി വന്നവര് ഒന്ന് കുറിച്ച് വെച്ചേ. ഓക്കെ, അപ്പൊ ഒരു സെറ്റിനകത്തുള്ള ഓരോരോ മെമ്പറുകളെയും നമ്മൾ വിളിക്കുന്ന ടേം എന്താണ്? ഓരോ എലമെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ എലമെന്റുകളെയും ഇതേപോലെ ഡബിൾ ബ്രാക്കറ്റിനകത്ത് ഉൾപ്പെടുത്തിയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ വായിക്കുന്നത് സെറ്റ് 2, 3, 4 ഇങ്ങനെ വായിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് കുറച്ച് നിയമങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരുപാട് ടൈപ്പ് ഓഫ് സെറ്റുകൾ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യേണ്ടി വന്നാൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പേര് കൊടുക്കും. നമ്മളിലുള്ള ഓരോ ആൾക്കാരെയും തിരിച്ചറിയാൻ വേണ്ടി ആ ആളെ എങ്ങനെ ഇരുന്നാലും പേര് കൊടുത്താണ് നമ്മൾ ആ ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ സെറ്റുകളെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പേരാണ് കൊടുക്കുന്നത്. സാധാരണയായി ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഇംഗ്ലീഷ് ലെറ്ററുകളായ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഇതിന് പേരായി നമ്മൾ നിശ്ചയിക്കുന്നത്. സാധാരണ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് സെറ്റുകൾക്ക് പേര് കൊടുക്കും. അപ്പൊ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് അഥവാ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് സാധാരണ പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആവുമല്ലോ. ശരി, അപ്പൊ ഇതിനെ ഇനിയിപ്പോ വായിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആവശ്യമുള്ള പോയിന്റുകളെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട്. അപ്പൊ ഇതൊന്ന് ബേസിക് മനസ്സിലാക്കിയിട്ട് അതും കൂടി നിങ്ങൾ കാണും. ഓക്കെ, ശരി. അപ്പോൾ ഇതിനെ നമ്മൾ വായിക്കുന്നത് സെറ്റ് 2, 3, 4 ഇങ്ങനെ വായിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് പേര് കൊടുക്കുന്നത്. നോട്ടിൽ ഒന്ന് കുറിച്ച് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറിച്ചിട്ട് എപ്പോഴും ഓർമ്മിക്കുക, നോട്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വേറെ ആളെ കാണിക്കാനോ പരീക്ഷയ്ക്ക് എഴുതാനോ അല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി. സാറ് പഠിപ്പിച്ചതായാലും പിന്നീട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ആവണം എന്ന് കുറിക്കാനാണ് നോട്ട്. അതൊരിക്കലും ചുരുക്കി എഴുതി വെക്കരുത്. നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതി നിങ്ങൾക്ക് പിന്നീട് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ കുറിച്ച് വെച്ചത്. ഓക്കെ, അതിലാണ് കാര്യം. ശരി, ഇപ്പൊ നമ്മൾ വായിക്കുന്നത് സെറ്റ് 2, 3, 4. ഓക്കെ, ശരി. ഇനി ഇതിനകത്തുള്ള എലമെന്റ്സ് അത് 2, 3, 4 ആണല്ലോ. ഈ എലമെന്റുകളെല്ലാം എപ്പോഴും ഇങ്ങനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അല്ല 2, 3, 4 ഇങ്ങനെ നിരത്തി എഴുതിയിട്ട് ചേർത്ത് എഴുതിയിരുന്നാലോ അല്ലെങ്കിൽ സ്പേസ് ഇട്ടിരുന്നാലോ ആ സെറ്റിലെ എലമെന്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യൂല. ഓരോ എലമെന്റിനെയും തിരിച്ചറിയാൻ വേണ്ടി കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പേര് കൊടുക്കാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇതേപോലെ ഡബിൾ ബ്രേസസിനകത്ത് നിങ്ങൾ ഡബിൾ ബ്രാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെച്ചോ. ഡബിൾ ബ്രാക്കറ്റിനകത്ത് ഇതേപോലെ ഇങ്ങനെ നിരത്തി എഴുതും. ഓക്കെ, എന്നിട്ട് ഓരോ മെമ്പറിനെയും കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ആക്കും. ക്ലിയർ ആയല്ലോ? ശരി. ഇനി 1-2 നിയമങ്ങളും കൂടി ഉണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ എലമെന്റ്സ് അഥവാ മെമ്പേഴ്സിനെ എഴുതുമല്ലോ. അപ്പോൾ ഒരു എലമെന്റ് പോലും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, ആവർത്തിച്ച് വരാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ ആൻസറിൽ 3 2 തവണ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് സെറ്റായിട്ട് എഴുതുമ്പോൾ 3 എത്ര തവണ എഴുതാവൂ? 1 തവണ മാത്രമേ എഴുതാവൂ. അപ്പോൾ വീണ്ടും ഒരു 3 കൂടെ കോമയിട്ട് എഴുതാൻ പാടില്ല. അപ്പൊ അത് പ്രത്യേകം ഓർമ്മിച്ച് വെച്ചേക്കുക. സെറ്റിനകത്ത്
എലമെന്റ്സിനെ എഴുതുമ്പോൾ അത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ കുറച്ച് നിയമങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ആദ്യം സെറ്റ് എന്താണെന്ന് പറഞ്ഞു. അത് മലയാളം മീനിങ് കൂട്ടം, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറയും. എങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായി ആ കൂട്ടത്തിനകത്തുള്ളത് ഏതൊക്കെയെന്ന് നമുക്ക് പറയാൻ പറ്റണം. അതാണ് സെറ്റ്. ഇനി സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് മെത്തേഡിലൂടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ആദ്യത്തെ മെത്തേഡ്, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ പേര് ഞാൻ പറയാം, അതിന് മുമ്പ് അത് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ്? ഇതേപോലെ ഉള്ള ബ്രാക്കറ്റിനകത്ത് ആ എലമെന്റ്സ് അഥവാ ആ ആൻസർ അഥവാ ആ കൂട്ടത്തിലുള്ള ഓരോ മെമ്പേഴ്സിനെയും ഇതേപോലെ നിരത്തി എഴുതും. കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. അതിന് പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഇതിനെ വായിക്കുന്നത് A ഈക്വൽ ടു സെറ്റ് 2 3 4. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു മെമ്പർ പോലും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വരാൻ പാടില്ല. ഒരെണ്ണം ഒരു തവണ മാത്രമേ എഴുതാവൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി. ഇനി ഞാൻ പറഞ്ഞു നമ്പേഴ്സ് മാത്രമല്ല സെറ്റിലെ അംഗങ്ങളായി വരുന്നത്. ലെറ്റേഴ്സ് വരാം, അതായത് ABCD പോലുള്ള ലെറ്റേഴ്സ് വരാം, പേരുകൾ വരാം, വേറെ എന്ത് ഓബ്ജക്റ്റുകൾ, ജനറലി നമ്മൾ പറയുന്ന ഓബ്ജക്റ്റുകൾ എന്നാണ്. ഇംഗ്ലീഷ് ടൈം ഓബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. എന്ത് ഓബ്ജക്റ്റുകൾ വേണമെങ്കിലും ഇതിനകത്ത് മെമ്പേഴ്സ് ആയി വരും. ഇനി ചിലപ്പോൾ ഈ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇതിനകത്ത് മെമ്പേഴ്സ് ആയി വരുമ്പോൾ സാധാരണഗതിയിൽ സ്മോൾ ലെറ്റേഴ്സേ ഇതിനകത്ത് എഴുതാറുള്ളൂ. ഇനി ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതേണ്ടി വരും എന്ന് വന്നാൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോർമലി സ്മോൾ ലെറ്റേഴ്സ് ആണ് ഇതിന്റെ മെമ്പേഴ്സ് ആയി വരും. ഓക്കെ, ഇങ്ങനെ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ സെറ്റിന്റെ റോസ്റ്റർ ഫോം എന്നാണ്, അല്ലെങ്കിൽ ടാബുലാർ ഫോം. ഇതിനൊരു മലയാളം ടൈം ഉണ്ട്. മലയാളം ടൈം നമ്മൾ എങ്ങും ഉപയോഗിക്കുന്നില്ല. എന്നാലും അതിനെ നിങ്ങൾ ജസ്റ്റ് ഓർമ്മിക്കുക, ഇതിന് പട്ടിക രീതി എന്നാണ് പറയുന്നത്. ആ പേരെ നമുക്ക് വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് ടൈം തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഇംഗ്ലീഷിന്റെ ടേമുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ടേമുകൾ. ഓക്കെ, കാര്യം മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കും, ടേമുകൾ ഇംഗ്ലീഷിലാക്കി ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നത് റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം എന്നാണ്. ഓക്കെ, അപ്പൊ റോസ്റ്റർ ഫോം എന്താണ് എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, പെട്ടെന്ന്. ഞാൻ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ റോസ്റ്റർ ഫോം ഒന്നുകൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. അപ്പൊ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഫോംസ് ഉണ്ട്. അതില് ഒന്നാമത്തെ ഫോമിന്റെ പേരാണ് റോസ്റ്റർ ഫോം, ഓർ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ടാബുലാർ ഫോം. രണ്ടും ഒരേ കാര്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റോസ്റ്റർ ഫോം എന്നോ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ടാബുലാർ ഫോം. അതിനകത്ത് ഈ കൂട്ടം, ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ്, അത് നമ്മൾ വിളിക്കുന്ന പേര് എലമെന്റുകൾ എന്നാണ്. ഈ എലമെന്റ്സിനെ ഇതേപോലുള്ള ബ്രാക്കറ്റിനകത്ത് എഴുതും. ഇങ്ങനെ നിരത്തി എഴുതും. കോമ ഉപയോഗിച്ച് ഓരോ മെമ്പറിനെയും റെപ്രസെന്റ് ചെയ്യും. അതിന് പേര് കൊടുക്കും. ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് പേര് കൊടുക്കും. ഓക്കെ, ശരി. ഇനി ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിനകത്ത് എഴുതുമ്പോൾ മെമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ ഒരു തവണ മാത്രമേ എഴുതാവൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്ന ആൻസർ ഇതിനകത്ത് 1-2 സ്ഥലത്ത് വന്നു പോയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സെറ്റായി എഴുതുമ്പോൾ അത് ഒരു തവണ മാത്രമേ എഴുതാവൂ. അത് ഒരു പ്രത്യേക കണ്ടീഷനാണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് തന്നെ വെച്ചേക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെ ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുമ്പോൾ നോർമലി സാധാരണയായി സ്മോൾ ലെറ്റേഴ്സ് ആണ് എഴുതുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി ഇത് ഒരു മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ഇതേപോലെ മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്.
ആ മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഇത്ര പോലെ ഞാൻ പറഞ്ഞു, ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. എപ്പോഴും നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. പക്ഷെ മറ്റൊരു മെത്തേഡും കൂടിയുണ്ട്, അതും വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. ഓക്കെ, ശരി. ഇപ്പോഴ് ഇതേ ക്വസ്റ്റ്യന്റെ തന്നെ മറ്റൊരു മെത്തേഡാണ് എഴുതാൻ പോകുന്നത്. അപ്പോഴ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 1നും 5നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അറിയാലോ നാച്ചുറൽ നമ്പേഴ്സ്, NATURAL, നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എഴുതാൻ പറയുന്നു. എ എന്ന് പേര് കൊടുത്തു. ആൻസർ ഇതാണ്. എല്ലാവർക്കും ഈ ആൻസർ ആണെന്ന് അറിയാം, അതൊരു ഡൗട്ട് ഇല്ല. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ രണ്ടാമത്തെ ഫോം, ഇതേ ആൻസറിനെ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അവിടെയും പേര് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഓക്കെ, അവിടെ എ എന്ന് തന്നെ കൊടുക്കും. ഇവിടെയും നമ്മൾ ഡബിൾ ബ്രേസസ് എഴുതും. ഓക്കെ, ഇനി ഇതിനകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാം ഇതേ കണക്ക് ആൻസർ ഇങ്ങനെ കൂട്ടമായിട്ട് നിരത്തി എഴുതില്ല. പകരം ഇതിനകത്തുള്ള എല്ലാ മെമ്പറുകളെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, ആൻസറിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ് മാത്രമേ കൊടുക്കൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വായിക്കുന്നത് A = സെറ്റ് എക്സ്. ഓക്കെ, ശരി. എക്സ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ വേറെ എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ ഇങ്ങനെ എക്സ് പോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇല്ല. അപ്പൊ ഈ എക്സ് എങ്ങനെ ഉള്ളതാണെന്നും കൂടെ നമ്മൾ എഴുതി വയ്ക്കും. ഓക്കെ, ഇതേപോലെ മെമ്പറുകൾ കോമയായിട്ടല്ല എഴുതുന്നത്, എല്ലാ ആൻസറിനെയും ഇതിനകത്തുള്ള എല്ലാ എലമെന്റുകളെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ വേരിയബിൾ, നമ്മൾ മലയാളത്തിൽ ചരം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരൊറ്റ ഇംഗ്ലീഷ് ലെറ്റർ ആയ എക്സ് മാത്രം ഉപയോഗിക്കും. എന്നിട്ട് ഈ എക്സ് എന്താണെന്നും കൂടെ നമ്മൾ ഇവിടെ അങ്ങ് എഴുതി വെക്കും. അതെങ്ങനെ എഴുതുന്നത് നമ്മൾ പറയാം. ഈ എക്സ് എഴുതിയിട്ട് കണ്ട് ഇതേപോലെ ഒരു കോളൻ, ഇത് നമ്മൾ വായിക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ്. എക്സ് സച്ച് ദാറ്റ്. അപ്പൊ A = ഇതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എക്സ് സച്ച് ദാറ്റ്. എങ്ങനെയെന്നാൽ ആ എക്സ് എന്താണെന്ന് എഴുതാൻ പോവുകയാണ്. ഓരോ എക്സും എങ്ങനെയുള്ളതാണെന്ന് എഴുതും. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, അറിയാലോ. 1നും 5നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ അല്ലേ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും വരില്ല, എങ്ങനെയുള്ളത് മാത്രം, ബിറ്റ്വീൻ 1 and 5. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതി. ഇതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത് നോക്ക്, ഒരേ ആൻസറിനെ ഞാൻ രണ്ട് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ റെപ്രസെന്റേഷൻ, അതായത് ഒന്നാമത് നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എ ഇതേപോലെ നിരത്തി ആൻസർ ഇതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് കുറച്ചുകൂടി കണ്ടീഷൻസ് വെച്ച് എഴുതുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിന്റെ മലയാളം പേര് നിബന്ധനാ രീതി എന്നാണ്. പക്ഷെ നമ്മൾ ഈ മലയാളം പേര് നമ്മളിവിടെ എങ്ങും ഉപയോഗിക്കുന്നത്, അതിന്റെ ഇംഗ്ലീഷ് ടേമാണ് ഉപയോഗിക്കുന്നത്. ആ ടേം ഞാൻ ലാസ്റ്റിൽ പറയാം. ഇപ്പോൾ നോക്കുക, ഇതിന്റെ ആൻസർ A = ഇതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ് മാത്രം എഴുതും. എന്നിട്ട് ഇതേപോലെ ഒരു കോളൻ കൊടുക്കും. ഇത് നമ്മൾ വായിക്കുന്നത് എക്സ് സച്ച് ദാറ്റ്. ഇനി ഈ ഓരോ എക്സും എങ്ങനെ ഉള്ളതാണെന്നും കൂടി എഴുതും. അതെങ്ങനെയാണ്? ഇവിടെ നമുക്കറിയാം, എക്സ് എന്ന് പറയുന്നത് 1നും 5നും ഇടയ്ക്കുള്ള ഒരു നാച്ചുറൽ നമ്പറാണ്. അതായത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 5. ഇനി ഇതിന് വേണമെങ്കിൽ ഷോർട്ടായിട്ട് 1നും 5നും ഇടയിലുള്ള വാല്യൂ ആണ് എക്സ് എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്സിൽ ഇങ്ങനെയും കൂടെ എഴുതാം. എക്സ് എന്ന് പറയുന്നത് 1നും 5നും ഇടയിലുള്ളതാണ് എന്നാണ് സിമ്പൽ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതും. ഓക്കെ, ഇത് നമ്മൾ വായിക്കുന്നത് 1 ചെറുതാണ് എക്സ് ചെറുതാണ് 5 എന്നാണ്. ഇംഗ്ലീഷിലെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം 1 ലെസ് ദാൻ എക്സ്, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അതായത് എക്സിന്റെ വില 1നും 5നും ഇടയിലുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്നുള്ളത് കോമ ഇടും. കോമ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇതിന് ഈ സെന്റൻസ് ആയി ഞാൻ ഇങ്ങനെ എഴുതിയില്ലേ, ഇത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കറക്റ്റ് മീനിങ് അർത്ഥം വരണം എന്ന് മാത്രം.
ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതി ഇതായിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഇത് ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ആ ക്വസ്റ്റ്യനിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 5. 1 നും 5 നും ഇടയിലുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണ് എക്സ്. അങ്ങനെയുള്ള എല്ലാ എക്സുകളുടെയും സെറ്റ് അതാണ് എക്സ്. ഇതിന്റെ മറ്റൊരു ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണും ക്വസ്റ്റ്യനിൽ. ഇതിന്റെയും മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ 10ാം ക്ലാസ്സിലെല്ലാം മാർക്ക് വാങ്ങിച്ചവരാണ് നമ്മൾ പ്ലസ് 1 സയൻസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കണ്ടാൽ അതിന്റെ മീനിങ് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാവുന്നതാണ്. 10ാം ക്ലാസ്സിലെല്ലാം പല അവസരങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള സിംബലുകളാണ്. അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വായിക്കുന്നത് 1 ലെസ് ദാൻ എക്സ്. മലയാളം മീഡിയംകാർ കൂടെ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷിന്റെ ടൈമിൽ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ എക്സ് 1നേക്കാൾ വലുതും 5നേക്കാൾ ചെറുതും എന്ന് പറഞ്ഞാൽ 1നും 5നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് എക്സ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 1 and 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്സിലെ ഒരു റെപ്രസെന്റേഷൻ ആണ്. മാത്സിലാകുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റുകളെ മാത്തമെറ്റിക്കലിയും എഴുതും, കണക്ക് ഉപയോഗിച്ചും എഴുതും. ഇപ്പൊ 1ഉം 5ഉം കൂടെ കൂട്ടിയാൽ 6 കിട്ടും എന്നുള്ളതിനെ നമ്മുടെ കണക്കിൽ എങ്ങനെ എഴുതും? 1 + 5 = 6. 1ഉം 5ഉം കൂടെ കൂട്ടിയാൽ 6 കിട്ടും. അതിന്റെ മാത്സിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയല്ലേ? അതേപോലെ ഈ എഴുതിയിരിക്കുന്നതിനെ മാത്സിൽ ഇങ്ങനെ എഴുതും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ കൂടിയാണ്. ഇതിനെയും ചുരുക്കി എഴുതാനുള്ള മെത്തേഡ് ഉണ്ട്, അതിന് ഞാൻ പറയാം. ഓക്കെ, ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് റൂൾ മെത്തേഡ് എന്നാണ്. റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ്. പേരുകൾ ഓർമ്മിച്ച് വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോ ഒരു ടാബുലർ ഫോമിൽ തന്നിട്ട് റോസ്റ്റർ ഫോമിൽ തന്നിട്ട് ഇതേപോലെ ഈ മെത്തേഡിൽ എഴുതുക എന്ന് ചോദിക്കും. ഇപ്പൊ പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാലേ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്ന പേര് റൂൾ മെത്തേഡ് എന്നോ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നോ. അപ്പോൾ 2 മെത്തേഡുകളുണ്ട്. ഇനി നമ്മൾ അങ്ങനെ വേണം. ഇനി നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങും. സെറ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു, സെറ്റിന് എങ്ങനെ ഫോം ചെയ്യാം അഥവാ അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് 2 മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ മെത്തേഡിന്റെ പേര് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം. രണ്ടാമത്തെ മെത്തേഡിന്റെ പേരാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഒരേ ക്വസ്റ്റ്യന്റെ തന്നെ 2 എക്സാമ്പിൾ ആണ് എഴുതിയത്. ഓക്കെ, ഇതിനെ കുറിച്ച് കുറച്ച് ഒരു ഐഡിയ ആയോ എന്നുള്ളത് പറയാം. ഇനി കൂടുതൽ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അത് മനസ്സിലിങ്ങനെ പതിഞ്ഞു. ഇനി ഇത്രയും പറഞ്ഞതിൽ സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ഒന്ന് പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ പെടുന്നതാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് വീണ്ടും ഇനി ഓരോരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വീണ്ടും പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കുറെ പോയിന്റുകൾ മാത്രം ഒരു റിവിഷൻ പോലെ കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് അത്യാവശ്യം പോയിന്റ്സ് മാത്രമാണ് പറയാം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. A = സെറ്റ് അല്ലെങ്കിൽ വേറെ ഒരെണ്ണം 1 2 3. ഒരു സിമ്പിൾ സെറ്റ് ആണ്. സെറ്റ് 1 2 3. ഇതില് 1 എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലിമെന്റ് ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 1 ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് A. 1 എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സെറ്റിലെ ഒരു അംഗമാണ്, മെമ്പർ ആണ് എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ വേർഡിങ്ങിൽ എഴുതും. എന്തിനാണ്? 1 ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് A. അപ്പൊ 1 A എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ്. അപ്പൊ ഈസ് ആൻ എലമെന്റ് ഓഫ്
എന്ന് പറയുന്ന വേർഡാണ് ഇതിന്റെ മെമ്പർ ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് ടൈം. മലയാളം എടുത്ത് പഠിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഒന്ന്, മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ഒന്ന് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു അംഗമാണ് അല്ലെങ്കിൽ ഒരു മെമ്പർ ആണ് എന്ന് പറയും. ഓക്കെ, അതേപോലെ ഇംഗ്ലീഷിൽ അതിനെ കറസ്പോണ്ടിങ് ആയി പറയുന്നത് വൺ ഈസ് ആൻ എലമെന്റ് ഓഫ്. ഒന്ന് എന്ന് പറയുന്നത് ഈസ് ആൻ എലമെന്റ് ഓഫ്, ഈസ് എ മെമ്പർ ഓഫ് ദ സെറ്റ് എ. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് ഇംഗ്ലീഷിൽ മറ്റൊരു രീതിയിൽ കൂടെ പറയാം. വൺ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എയിൽ ഉൾപ്പെട്ട ഒരു മെമ്പർ ആണ് വൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. ഇത് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഓക്കെ, ഒരു ഗ്രീക്കിലുള്ള ഒരു ആൽഫബറ്റ് ആണ്. ഇത് നമ്മൾ വിളിക്കുന്നത് എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിനെ വായിക്കുന്നത് ഈസ് ആൻ എലമെന്റോ അല്ലെങ്കിൽ ഈസ് എ മെമ്പറോ എന്ന മീനിങ്ങിലാണ്. അപ്പൊ ഇതിനെ സിമ്പിൾ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ എഴുതും, വൺ ഈസ് ആൻ എലമെന്റ് ഓഫ് എ. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം വൺ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു മെമ്പർ ആണ് എന്ന് സിമ്പിൾ ഉപയോഗിച്ച് ഇതേപോലെ നീട്ടി എഴുതുന്നതിന് പകരം മാത്സിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഉപയോഗിച്ച് അങ്ങനെ ഇവിടെ എന്ന് പറയും ടു ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് എ. 3 ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് എ. 4 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് എ. എയിലുള്ളതാണോ? അല്ല. അപ്പോൾ ഈസ് ആൻ എലമെന്റ് എന്നുള്ളതിന് ഇതാണ് സിമ്പിൾ. ഈക്വൽ ടു എന്നുള്ളതിന് ഇതാണ് സിമ്പിൾ. നോട്ട് ഈക്വൽ ടു എന്നുള്ളതിന് നമ്മളൊരു വര കൊടുക്കും. അതേപോലെ ഈസ് ആൻ എലമെന്റ് ഓഫ് എന്നുള്ളതിന് ഇതാണ് സിമ്പിൾ എങ്കിൽ മുകളിലൊരു വര വരയ്ക്കുമ്പോൾ ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ്. അപ്പോൾ ഈ സിമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പോയിന്റ്? ഈ സിമ്പിൾ എന്താണ്? ഒരു മെമ്പർ ആണ്, ഈസ് ആൻ എലമെന്റോ അല്ലെങ്കിൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ ഇൻ എ എന്ന് പറയുന്നതിന് പകരമായി നമ്മൾ സെറ്റിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഇത്. ഇതിനെ നമ്മൾ എപ്സിലോൺ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഈ എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പലിന്റെ ഉപയോഗം അത് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കും പെട്ടെന്നാവട്ടെ. ഒന്നുകൂടെ പറയാം അല്ലേ? അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ പറയുമ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാവും കേട്ടോ. മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ വേറെ എന്തെങ്കിലും ആയിട്ടേ കാണത്തുള്ളൂ. ഓക്കെ, ശരി. ഓക്കെ, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്. ആ സെറ്റിനകത്തുള്ള എലമെന്റ്സ് എ ബി സി ഡി ഇങ്ങനെ 4 എലമെന്റ്സ് ഉണ്ട്. അത് ക്ലിയർ ആണല്ലോ? ശരി. ഇതിനകത്തുള്ള ഓരോ മെമ്പറുകളും ഏതൊക്കെയാണ്? എ ഒരു മെമ്പറാണ്, ബി ഒരു മെമ്പറാണ്, സി ഒരു മെമ്പറാണ്, ഡി ഒരു മെമ്പറാണ്. അപ്പൊ എ എന്ന് പറയുന്നത് ബിയിലെ ഒരു മെമ്പർ ആണെന്ന് നമ്മൾ എങ്ങനെ മലയാളത്തിൽ പറയും? എ ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു അംഗമാണ് എന്ന് പറയും അല്ലെ? അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന സെറ്റിൽ ഉൾപ്പെടുന്നു എന്നൊക്കെയല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എ ഈസ് എ മെമ്പർ ഓഫ് ദ സെറ്റ് ബി, അല്ലെങ്കിൽ എ ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് ബി. ഓക്കെ, അല്ലെങ്കിൽ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി, അല്ലെങ്കിൽ എ ഇൻ ബി, എ ബിക്ക് അകത്തുണ്ട് എന്നൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഇത്. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. ആ ഗ്രീക്ക് ലെറ്ററിൽ ഇതിന്റെ പേര് എപ്സിലോൺ എന്നാണ്. നമ്മൾ ഇനി ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് ഈസ് ആൻ എലമെന്റോ അല്ലെങ്കിൽ ഈസ് എ മെമ്പറോ അല്ലെങ്കിൽ ഇൻ അല്ലെങ്കിൽ ബിലോങ്സ് ടു ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈസ് ആൻ എലമെന്റ് ഓ അല്ലെങ്കിൽ ഈസ് എ മെമ്പർ ഓ അല്ലെങ്കിൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ
ഇൻ ഇങ്ങനെയുള്ള ഫ്രൈസുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പലാണ് ഇത്. ഓക്കെ, ക്ലിയർ ആവുമല്ലോ? അത് ബി എന്ന് പറയുന്ന സെറ്റിലുള്ള. അപ്പൊ ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യനിലോ നമ്മൾ പഠിപ്പിക്കുന്നതിലോ പഠിച്ചതിലോ ഒക്കെ കണ്ടാൽ ഇതിന്റെ മീനിങ് ഈ എ, സ്മോൾ ലെറ്റർ എ, ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു മെമ്പർ ആണ് എന്നാണ്. ഇനി ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെന്ന്, അത് ഈ സെറ്റിനകത്തുണ്ടാ? ഇല്ല. അപ്പൊ ഇതിനകത്തുള്ള മെമ്പർ അല്ല. മെമ്പർ അല്ല എന്നും കൂടെ പറയാൻ വേണ്ടി മെമ്പർ ആണ് എന്നുള്ളതിന് ഇങ്ങനെയാണെങ്കിൽ മെമ്പർ അല്ല എന്നുള്ളതിന് മുകളിൽ ഒരു ക്രോസ്. അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത് ബിയിലെ മെമ്പർ അല്ല. അപ്പൊ മെമ്പർ ആണോ, അല്ലെങ്കിൽ എലിമെന്റ് ആണോ, അല്ലെങ്കിൽ ബിലോങ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനകത്തുള്ളതാണോ എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണ് ഇത്. ഇനി സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു, ഈ സിമ്പലിന്റെ ഉപയോഗം പറഞ്ഞു പെട്ടെന്നാണ്. പെട്ടെന്ന് പറയാം, ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നാവട്ടെ, ആലോചിച്ച് നോക്ക്. ആവശ്യമുള്ള പോയിന്റുകൾ അപ്പോഴപ്പോഴും കുറിക്കുക. നമ്മൾ നോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാർ അയച്ചു തരികയും ചെയ്തു. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങള്, ആദ്യം സെറ്റ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, പിന്നെ സെറ്റിന്റെ ഡെഫിനിഷൻ, പിന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, അതിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, അതിന് രണ്ട് മെത്തേഡിലൂടെ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. ഒന്ന് റോസ്റ്റർ മെത്തേഡാണെന്ന് പഠിച്ചു, അടുത്ത സെറ്റ് ബിൽഡർ ഫോം എന്ന് പഠിച്ചു. റോസ്റ്റർ മെത്തേഡിന്റെ മറ്റൊരു പേര് ടാബുലാർ ഫോം എന്ന് പഠിച്ചു. പിന്നെ സെറ്റ് ബിൽഡർ ഫോമിന് റൂൾ മെത്തേഡ് എന്ന് പറയാമെന്ന് പഠിച്ചു. പിന്നെ എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പലിന്റെ ഉപയോഗം പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയി ഞാൻ പറഞ്ഞത്, എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. എന്തെങ്കിലും ഏതെങ്കിലും ഈ ടൈമുകളിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകും. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മള് റെഗുലർ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 3-4 ചാപ്റ്ററുകളോളം ഓണത്തിന് മുമ്പ് പഠിച്ചു തീരാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ബാക്കിലാണ്. ഇനി ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഒഴിവാക്കുന്നത് എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഇതെല്ലാം എന്തായാലും ഉറപ്പായി ഉണ്ടാവും. ഇതൊക്കെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന എല്ലാ മാത്സുകൾക്കും നമുക്കിത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോഴേ പറയുക, നമുക്ക് ഇനി സമയം പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി റെഗുലർ ക്ലാസ്സിലും കൂടെ പഠിക്കണ്ടേ. ഓക്കെ, ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി നിങ്ങള് മറ്റൊരു കാര്യം ഉപയോഗിക്കണം. ഓർക്കുക, നമ്മള് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. നമ്പേഴ്സ്, ഇതില് ഞാൻ എഴുതുന്ന അത്യാവശ്യം പോയിന്റുകൾ നിങ്ങൾ കുറിച്ച് വയ്ക്കുക. ഓക്കെ, നമ്പേഴ്സ് നമ്പേഴ്സ് പല ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ, 1ാം ക്ലാസ് മുതലേ പഠിച്ചു വന്നിരിക്കും. ആ നമ്പേഴ്സ് ഒക്കെ എങ്ങനെ ഇരിക്കും, അതിന്റെ പേര്, ചിലപ്പോൾ മലയാളം എടുത്ത് പഠിച്ചവർക്ക് മലയാളം പേരറിയാം, അതിന്റെ ഇംഗ്ലീഷ് പേരെന്താണ്, ആ നമ്പേഴ്സിൽ ഏതെല്ലാം എലിമെന്റ്സ് ആണ് അഥവാ ഏതെല്ലാം മെമ്പേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത്, അതിന്റെ സെറ്റ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഞാൻ പഠിക്കുന്നത്. അതും വളരെ ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ശരി, നോക്കൂ. അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞു, ചെറിയ ക്ലാസ്സിലെ ആദ്യമായി എണ്ണാൻ ഉള്ള നമ്പേഴ്സ് ആണ് പഠിച്ചത്. ഓക്കെ, അതായത് നമ്മൾ മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് എഴുതും. അത് എല്ലാവർക്കും അറിയാം. 1, 2, 3, 4 എക്സെട്ര അങ്ങനെ വരുന്ന നമ്പേഴ്സ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് ടേം ഉണ്ട്, അത് കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പറയും. പിന്നെ പറയുന്ന പേര് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് അതെല്ലാം 1, 2, 3, 4,
5 എക്സെട്ര ഈ നമ്പേഴ്സ് ആണ്. സംശയത്തില് ആർക്കും എക്സെട്ര കൊടുത്തത് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റില്ല, അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇത് വെൽ ഡിഫൈൻഡ്, കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം നമ്പേഴ്സ് അല്ലേ. അതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ഇതിനെ നമുക്ക് സെറ്റിനകത്ത് എഴുതാം. ഈ സെറ്റിനെ വിളിക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സാധാരണ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് പേര് കൊടുക്കുന്നത്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ എപ്പോഴും ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എവിടെ പോയാലും എൻ എന്ന് പറയുന്ന ലെറ്റർ എന്ത് മാത്രമാണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യനിലെല്ലാം ക്യാപിറ്റൽ എൻ എന്ന് കാണും. നിങ്ങൾ മനസ്സിലാക്കണം അതൊരു നാച്ചുറൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാനാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ഈ കാര്യം സംശയമാണ്. നമുക്ക് എണ്ണൽ സംഖ്യകളാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്കൂടെ വേണ്ടിയാണ് എഴുതിയിട്ടേക്കുന്നത്. അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിന്റെ എലമെന്റ്സ് മെമ്പേഴ്സ് 1 2 3 4 5 എക്സെട്ര ആണ്. അതും ഒരു സെറ്റാണ്. ആ സെറ്റ് എഴുതി കഴിഞ്ഞാൽ ആ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള പേര് ക്യാപിറ്റൽ എൻ ആണ്. ഓക്കെ, ശരി. ഇനി മനുഷ്യന്റെ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ ഓരോ നമ്പേഴ്സുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകൾ കഴിഞ്ഞതിന് ശേഷം ഒന്നിനേക്കാൾ ചെറിയ നമ്പേഴ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. ആ ഒരു നമ്പറാണ് 0 എന്ന് പഠിച്ചു. ആ 0യും കൂടെ ഉൾപ്പെടുത്തി ഈ എണ്ണൽ സംഖ്യകളെ കുറച്ചുകൂടി വലുതാക്കി ഇങ്ങനെ എഴുതും. ഇതിനെല്ലാം ജനറൽ 0യും കൂടെ ഉൾപ്പെട്ട എണ്ണൽ സംഖ്യകളെ മലയാളത്തിൽ വിളിക്കുന്നത് അഖണ്ഡ സംഖ്യകൾ. ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതുന്നതാണ് എന്റെ വിശ്വാസം. നോക്കുക, മലയാളം പേരൊക്കെ ഇനിയൊക്കെ നിങ്ങൾ കളയുക. നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ടേം ആണ് വേണ്ടത്. ഇംഗ്ലീഷ് ടേം ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 0യും കൂടെ ഉൾപ്പെട്ട നാച്ചുറൽ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതും വെൽ ഡിഫൈൻഡ് ആണ്. ഇതിനെയും ഒരു സെറ്റായി കൺസിഡർ ചെയ്യുക. ആ സെറ്റിനെ പറയുന്നത് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്നാണ്. ഇതും യൂണിവേഴ്സലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേരുണ്ട്, W എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചു. അപ്പൊ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ എപ്പോഴും N എന്ന് എഴുതും. N ഇത് മാത്രമായി. ഓക്കെ, സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സിനെ W എന്ന് എഴുതും. അത് ഇത് മാത്രമായി. ഇത് പിടികിട്ടുമല്ലോ. ഇതിലാർക്കും സംശയമില്ലല്ലോ. ഇനി ഞാൻ ഇത് മായ്ക്കും. പുതിയ കാര്യങ്ങൾ വീണ്ടും മായ്ച്ചാലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് ബോർഡ് നോക്കുക. അത്യാവശ്യമുള്ളവർ എഴുതിയെടുക്കുക. സംശയമുള്ളവർ വീണ്ടും ചോദിക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് കുറിച്ച് വയ്ക്കും. ഓക്കെ, പെട്ടെന്നാണ്. സംശയമുള്ളവർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. ശരി, മായ്ക്കാലോ. എഴുതി കഴിഞ്ഞാൽ ഇനി 1നേക്കാൾ ചെറുതായിട്ട് 0 ഉണ്ടെന്ന് പഠിച്ചു. അതിനുശേഷം വീണ്ടും 0യേക്കാളും ചെറിയ നമ്പേഴ്സ് നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ അതും കൂടെ ഉപയോഗിച്ച് ഈ നമ്പേഴ്സിന്റെ കൂട്ടം ഗ്രൂപ്പിനെ നമ്മൾ കുറച്ചുകൂടി വലുതാക്കും. 0യേക്കാൾ വലിയ നമ്പേഴ്സ് എന്നുള്ള മീനിങ്ങിൽ 1 2 3 എന്നുള്ള നമ്പേഴ്സിനേക്കാൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്നും, 0യേക്കാൾ ചെറിയ നമ്പേഴ്സ് എന്നുള്ള മീനിങ്ങിൽ 1 2 3 എല്ലാം മൈനസും കൂടെ കൊടുത്ത് നെഗറ്റീവ് നമ്പേഴ്സ് എന്നും ആക്കി തരംതിരിച്ചു. എന്നിട്ട് ഈ ഗ്രൂപ്പ്, നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് കുറച്ചുകൂടി വലുതാക്കി. അപ്പൊ ആ ഗ്രൂപ്പിൽ 0 ഉണ്ട്, 0യേക്കാൾ വലുതായ 1 2 3 4 എക്സെട്ര ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ട്. 0യേക്കാൾ ചെറുതായ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് -1 -2 -3 ഇത് എക്സെട്ര ഏതുവരെ പോകുന്നു എന്ന് നമുക്ക് അറിയാത്തത് പോലെ ഇങ്ങോട്ടും ഏതുവരെ പോകുന്നു എന്ന് നമുക്ക് അറിയാം. ഇതും വെൽ ഡിഫൈൻഡ് ആണ്. ഈ നമ്പേഴ്സിനെയും ഒരു സെറ്റിനകത്ത് എഴുതാം. ഈ നമ്പേഴ്സിന്റെ പേര്, ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ പേര്. ഓക്കെ, എന്താണ് മലയാളം?
മലയാളം എനിക്കറിയാവുന്ന മലയാളം അത് നമ്മൾ പൂർണ്ണസംഖ്യകൾ, നിങ്ങൾ ഇപ്പോൾ പുതിയ സിലബസിലൊക്കെ എന്താണ് മലയാളം പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെയാണെന്നാണ് കരുതുന്നത്. അത് നമ്മൾ വിളിക്കുന്നത് പൂർണ്ണസംഖ്യകൾ. മലയാളം പേര് ഇനി അങ്ങ് കളയുക. നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ് വേണ്ടത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് നമ്മൾ വിളിക്കുന്ന പേര് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ്. ഓക്കെ, ക്ലിയർ ആവല്ലോ. അപ്പൊ ഇന്റിജേഴ്സ് എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും നമ്പേഴ്സിന്റെ കൂട്ടം തന്നെ വരണം, ഗ്രൂപ്പ് തന്നെ വരണം. ഇതിന്റെ മലയാളം പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ നമുക്ക് കുറച്ച് ഒരു കാര്യം കിട്ടും. പൂർണ്ണസംഖ്യകൾ. പൂർണ്ണ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ? ഓക്കെ, ഇത് അങ്ങനെയുള്ള നമ്പറാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ നമ്പറാണ്. 1.5 1.2 വരുമ്പോഴല്ലേ പൂർണ്ണമല്ലാതെ ഒരു ചെറിയ ഭാഗങ്ങളെ ഉള്ളത്. അപ്പൊ ദശാംശ ഭാഗമോ ഫ്രാക്ഷൻസ് ഭാഗമോ ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിനെ ആണ് പൂർണ്ണസംഖ്യകൾ. അതിന് ഇംഗ്ലീഷ് ടേം ഇതാണ് ഇന്റിജേഴ്സ്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയവരാരും ഇന്റിജേഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് തപ്പിക്കൊണ്ടിരിക്കരുത്. അവ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൽ വരിക ഇത്രയും നമ്പേഴ്സ് ആണ്. ഇതും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെയും സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഈ സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. ഇതിനെയും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേരുണ്ട്, ഇസഡ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അറിഞ്ഞാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇസഡ് എന്ന് കഴിഞ്ഞ് എവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കണം അത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. അത് ഇതേപോലുള്ള കുറെ പോസിറ്റീവ് ആയിട്ടുള്ള പൂർണ്ണസംഖ്യകളോ നെഗറ്റീവ് ആയിട്ടുള്ള പൂർണ്ണസംഖ്യകളോ പോസിറ്റീവും നെഗറ്റീവോ അല്ലാത്ത സീറോയും കൂടി ഉൾപ്പെട്ട നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പിടികിട്ടി. ഈ ഇന്റിജേഴ്സിനെ തന്നെ 3 ഭാഗമാണ്. എങ്ങനെയാണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് കാണും, നെഗറ്റീവ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് കാണും, പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത സീറോയും. പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ ആ സെറ്റിനെ നമ്മൾ ഇസഡ് ഇട്ടിട്ട് മുകളിൽ ഒരു പ്ലസ് കൊടുക്കും. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ ഇസഡ് പ്ലസ് എന്ന് കാണും. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അത് ഇന്റിജേഴ്സിന്റെ സെറ്റാണ്. പക്ഷെ അവിടെ പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രം എടുത്താൽ മതി എന്നാണ്. ഓക്കെ, ചില കേസിൽ ഇസഡ് ഇട്ടിട്ട് മുകളിൽ ഒരു മൈനസ് കാണും എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കണം അതും ഇസഡ് അഥവാ ഇന്റിജേഴ്സിന്റെ സെറ്റാണ്. പക്ഷെ അവിടെ നമുക്ക് എന്ത് മാത്രം എടുത്താൽ മതി? നെഗറ്റീവ് ഇന്റിജേഴ്സ് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇസഡിൽ തന്നെ ഇസഡ് പ്ലസും ഇസഡ് മൈനസും ഒക്കെ ക്വസ്റ്റ്യനിൽ കാണാം. അതിന്റെയും അർത്ഥം ഇതാണ്. അപ്പൊ ഇന്റിജേഴ്സ് ഇനി മനസ്സിലാക്കാതെ ആരും പോകരുത്. എന്താണെന്നുള്ളത് ബോഡി എഴുതിയിട്ടുണ്ട്. ആ സെറ്റ് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു, അതിനെങ്ങനെ പേര് കൊടുക്കാന്ന് പറഞ്ഞു, അതിന്റെ മലയാളം പേര് ഇതാണ്, ഇംഗ്ലീഷ് പേര് ഇതാണ്, അതിൽ തന്നെ 2 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കൂ, സംശയം ഉണ്ടാകുന്ന നോക്കൂ. സംശയമുള്ളവർ കുറിച്ചേക്ക്, സംശയമുള്ളവരുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് പറയും, ഒന്നുകൂടെ പറയാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയും, പെട്ടെന്നാവട്ടെ. ഇപ്പോഴത് പഠിച്ചു പോകണം. ഇനി ഇതിനകത്ത് സംശയം ഉണ്ടെന്ന് ആരും പറയരുത്. ഇതൊക്കെ കേട്ടാൽ നമ്മളെ മനസ്സിൽ വരണം. കാണാതെ പഠിക്കേണ്ടതല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ മനസ്സിൽ ആക്കി വെക്കുക. നമ്മളെ മനസ്സിലിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാലോ കണ്ടു കഴിഞ്ഞാലോ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലിരിക്കും. ഓക്കെ, പെട്ടെന്ന് ശരി, അടുത്ത ഭാഗത്തേക്ക് പോകും. ഇതിപ്പോ 3 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്. ഇത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ്. ഓക്കെ, ഫ്രാക്ഷൻസ് ഉണ്ട്, ഡെസിമൽസ് ഉണ്ട്, അതായത് ഭിന്നസംഖ്യകള്, ദശാംശ സംഖ്യകളൊക്കെ വരുന്ന കുറെ നമ്പേഴ്സ് കൂടെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനെയും കൂടെ എവിടെയെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തണ്ടേ? ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സ് എന്നാണല്ലോ, അതിനകത്ത് സീറോയും കൂടെ ചേർത്താണല്ലോ ഡബ്ല്യു ആക്കിയത്. അപ്പൊ നാച്ചുറൽ നമ്പറിനെ കുറച്ചുകൂടെ വലുതാക്കിയാണ് ഡബ്ല്യു ആക്കിയത്. ഓക്കെ, ഈ ഡബ്ല്യുവിലുള്ള എല്ലാ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവും കൂടെ ചേർത്തല്ലേ ഇസഡ് ആക്കിയത്. അപ്പൊ ഡബ്ല്യുവിനെ കുറച്ചുകൂടെ വലുതാക്കിയാണ് ഇസഡ് ആക്കിയത്. ഇനി ഇസഡ് അഥവാ ഇന്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകളെ കുറച്ചുകൂടെ ഉൾപ്പെടുത്തി പുതിയ നമ്പർ സിസ്റ്റം പറയും. ആ നമ്പേഴ്സ് എങ്ങനെയിരിക്കും? അതിന്റെ മലയാളം പേര് ഞാൻ എഴുതും. അത് കേൾക്കുമ്പോൾ കുറച്ചു പേർക്ക് പിടികിട്ടണം. ഓക്കെ, അതിന്റെ മലയാളം പേര് എന്ന് പറഞ്ഞാൽ
ഭിന്നകങ്ങൾ. ഭിന്നകങ്ങൾ എന്നാണ്. ഭിന്നസംഖ്യകളല്ല, ഭിന്നകങ്ങൾ. ഓക്കെ. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേം വേണം. അത് വേണം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. അത് കേട്ട് കേട്ട് പഴകി ശരിയാവണം. ഓക്കെ. ഇതിന്റെ ഇംഗ്ലീഷ് ടേം റാഷണൽ. RATIONAL. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ. അപ്പൊ എന്താണ് റാഷണൽ നമ്പേഴ്സ്? ഞാൻ പറഞ്ഞു അതിനകത്ത് ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകളുണ്ട്, ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകളുണ്ട്, നമ്മൾ ഈ പഠിച്ച ഇന്റിജേഴ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ W ഹോൾ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന മിക്കവാറും നമ്പേഴ്സ് എല്ലാം ഏതിനകത്ത് ഉൾപ്പെടും? ഞാൻ പറയുന്ന ഓരോരോ വാക്കുകൾ ഓർമ്മിക്കുക. നമുക്ക് അറിയാവുന്ന മിക്കവാറും നമ്പേഴ്സ് എല്ലാം ഏതിൽ ഉൾപ്പെടും? റാഷണൽ നമ്പേഴ്സിൽ ഉൾപ്പെടും. വളരെ കുറച്ച് നമ്പേഴ്സ് ഈ റാഷണൽ നമ്പേഴ്സിൽ ഉൾപ്പെടാതെ ഉള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇർറാഷണൽ. റാഷണൽ അല്ലാത്തത് എന്നുള്ള മീനിങ്ങിൽ ഇർറാഷണൽ. അതിന്റെ മലയാളം പേര് അഭിന്നകം. അഭിന്നകങ്ങൾ. അപ്പോഴേ ഇനി നമ്മൾ പഠിക്കുന്നതിൽ രണ്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. കുറച്ചുകൂടെ വലിയ കാര്യമാണ് പഠിക്കുന്നതെങ്കിലും ചെറിയ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. പേരുകൾ ഇങ്ങനെയാണെന്ന് പഠിക്കുന്നത്. ഓക്കെ. അത് റാഷണൽ നമ്പേഴ്സ് എന്നോ അങ്ങനെ അല്ലാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതിന് ഇറാഷണൽ നമ്പേഴ്സ് എന്നോ പറയും. ഇനി ആദ്യം നേരത്തെ പറഞ്ഞ പോലെ റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ എഴുതും? നേരത്തെ എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നെ എഴുതാൻ അറിയാം, ഇപ്പൊ എല്ലാവർക്കും അറിയാം. സെറ്റ് ഇട്ടിട്ട് 1 2 3 എക്സെട്ര ഇങ്ങനെ കൊടുക്കും. W എഴുതാൻ എല്ലാവർക്കും അറിയാം. 0 1 2 3 എക്സെട്ര ഇങ്ങനെ കൊടുക്കും. ഇന്റിജേഴ്സ് എഴുതാനും എല്ലാവർക്കും അറിയാം. 0 1 2 3 -1 -2 ഇങ്ങനെയാണ്. ഇതിന് ഒരു സംശയമില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ. ഓക്കെ. ഇനി എന്താണ് റാഷണൽ നമ്പേഴ്സ്? ഫ്രാക്ഷനും എല്ലാം വരും. അതിനെങ്ങനെ കോമയായിട്ട് എഴുതാൻ പറ്റും? എഴുതാൻ പറ്റില്ല. പകരം ഈ നമ്പേഴ്സിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായി പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പറയും. ആ നമ്പർ അതിന്റെ ഷേപ്പ് ഇങ്ങനെ P/Q പോലെ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. Q എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. അപ്പൊ P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നതും Q 0 അല്ലാത്തതുമായ ഏതൊരു നമ്പർ ഉണ്ടെങ്കിലും അതിനെല്ലാം ജനറലി വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ എഴുതും. 3/2 P/Q എന്നുള്ള ഫോമിലാണ്. Q 0 അല്ല, റാഷണൽ നമ്പർ അല്ലേ. ഇതേപോലെ ഒരുപാട് ഫ്രാക്ഷൻസ് റാഷണൽ നമ്പറിൽ എഴുതാൻ. 3/2ന്റെ യഥാർത്ഥ വില കണ്ടുപിടിച്ച് നോക്കിയാൽ 1.5 അല്ലേ. അപ്പൊ ഡെസിമൽ നമ്പറും റാഷണൽ നമ്പറാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ തോന്നും 5 റാഷണൽ നമ്പർ ആണോ? അത് P/Q എന്നുള്ള ഫോമിലാണോ? ആണ്. 5നെ 5/1 എന്ന് എഴുതാം. അത് തന്നെയല്ലേ 5. ഇതിപ്പോ P/Q എന്നുള്ള ഫോമിലായില്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന എല്ലാ മിക്കവാറും നമ്പേഴ്സും P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നതാണ്. അതിനെ Q 0 അല്ല എങ്കിൽ ഉറപ്പായും റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ റാഷണൽ അല്ലാതെ ഉള്ളൂ. ആ നമ്പേഴ്സിന് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. √2, √3 ഇതെല്ലാമാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം ഞാൻ പറയാം. √2നെ √2/1 എന്ന് എഴുതിക്കൂടെ? ഇതും P/Q എന്നുള്ള ഫോമിലാണല്ലോ. Q 0 അല്ല, അപ്പൊ റാഷണൽ നമ്പർ ആവൂലേ? പക്ഷെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു വെച്ചേക്കാണ് √2 എന്തല്ല, റാഷണലും അല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആകില്ല. എല്ലാരും ഇത്ര മാത്രമാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്, ഇങ്ങനെയല്ല. ഇങ്ങനെ വന്നാലും റാഷണൽ നമ്പർ അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ ഡെഫിനിഷൻ പൂർത്തിയാക്കില്ല. എന്തുകൊണ്ട്? P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം. Q ≠ 0 ആവണം. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഈ Pയും Qയും ഇന്റിജേഴ്സ് മാത്രമാണ്. ഇന്റിജേഴ്സ് മാത്രമാണ്. ഇവിടെ √2/1 എന്ന് എഴുതാം. പക്ഷെ √2 ഇന്റിജർ ആണോ? അല്ല. അതുകൊണ്ട് ഇതെന്തല്ല, റാഷണൽ നമ്പർ. അതുകൊണ്ട് തന്നെ എല്ലാവരും റാഷണൽ നമ്പറിന്റെ ഒരു ഡെഫിനേഷൻ ആയി തന്നെ മനസ്സിലാക്കി വെച്ചേക്കും.
നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് അറിഞ്ഞൂടാ എന്ന് ഇനി ആരുടെയെങ്കിലും പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നമ്പർ കണ്ടിട്ട് ഇന്ന നമ്പറാണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ നാണക്കേടാണ്. നമ്മള് ചെറിയ ക്ലാസ്സിലേക്ക് നമ്മളെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ വന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഈ നമ്പർ നമുക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഭിന്നക സംഖ്യകൾ റാഷണൽ നമ്പറിന്റെ കൃത്യമായ ഡെഫിനിഷൻ മനസ്സിലാക്കി വെച്ചത് എന്തിനാണ്? എ നമ്പർ ഓഫ് ദ ഫോം P by Q where അപ്പൊ എ നമ്പർ ഓഫ് ദ ഫോം P by Q, P by Q എന്ന ഫോമിലെ ഒരു നമ്പർ അവിടെ where P, Q are integers, P യും Q യും എന്താണ്? integers ആവണം. and Q not equal to 0. ഈ കണ്ടീഷൻ, ഈ ഡെഫിനിഷൻ, ഈ നിർവചനമുള്ള നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. അറിയണമെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ചു. ഓക്കെ, P a number of the form P by Q where P, Q are integers and Q not equal to 0 are called rational numbers. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഈ റാഷണൽ നമ്പേഴ്സിനെയും നേരത്തെ പോലെ അതിന്റെ സെറ്റിനെയും നമുക്ക് പേര് കൊടുക്കണമല്ലോ. ഞാൻ ഈ പറഞ്ഞതുപോലെ നിരത്തി എഴുതാനുള്ള ഒരു അസൗകര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോമിലാണ് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ട്. ഏത് ഫോമിൽ എഴുതാൻ പറ്റും? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും. എങ്ങനെ? റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് Q എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Q എന്ന് പറയുന്ന പേര് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണും. എപ്പോഴും മനസ്സിലാക്കുക, Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. അതെങ്ങനെയായിരിക്കും? അതിനകത്തുള്ള എലിമെന്റ്സുകളെ നിരത്തി എഴുതാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ മെമ്പറിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ് കൊടുക്കുകയാണ്. ആ മെത്തേഡ് ഒന്നും കൂടെ പറയുകയാണ്, അതും കൂടെ ശ്രദ്ധിക്കാം. അതിനകത്തുള്ള എല്ലാ എലിമെന്റുകളെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എക്സ് സച്ച് ദാറ്റ് അതിനുവേണ്ടി ഇങ്ങനെ ഒരു കോളം കൊടുക്കും. അവിടെ എക്സ് എങ്ങനെയിരിക്കണം? എക്സ് ഓഫ് ദ ഫോം P by Q. എക്സ് P by Q പോലെ ഇരിക്കണം. അവിടെ പിയും ക്യൂവും എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന് കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ സെന്റൻസിനെ മാത്തമാറ്റിക്കലാണ് എഴുതിയത്. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു P by Q where P, Q are integers and Q not equal to 0. അപ്പൊ ഇങ്ങനെയുള്ള എക്സുകളുടെ സെറ്റാണ് Q. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ശരി. ഇനി ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. റാഷണൽ അല്ലാത്ത എല്ലാ നമ്പറും ഇറാഷണൽ. ഓക്കെ, റാഷണൽ അല്ലാത്ത ഏത് നമ്പർ ഉണ്ടായാലും അതിന് ഇറാഷണൽ. സാധാരണ ഇറാഷണൽ നമ്പേഴ്സിന് പ്രത്യേകിച്ച് പേരുപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാറില്ല. എന്നാലും ചില ടെക്സ്റ്റുകളിലൊക്കെ, പല ടെസ്റ്റിലും പല രീതിയിലുണ്ട്, ചില ടെസ്റ്റുകളിലൊക്കെ ഇറാഷണൽ നമ്പറിന് I എന്ന് പറയുന്ന പേര് കൊടുക്കാറുണ്ട്, ചിലര് T എന്ന് പറയുന്ന പേര് കൊടുക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കൂടുതലായി അതിനൊരു പേര് കൊടുത്ത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ.